ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ഭാഗത്ത്, ഫുൾ വേവ് റെക്ടിഫയർ എന്നുള്ള ഭാഗത്ത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ അതിന്റെ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്, ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, നമുക്ക് ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിനകത്ത് നമുക്കൊരു സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ഡയോഡാണ് ഉപയോഗിച്ചേക്കുന്നത്. ലേബൽ ചെയ്തിട്ടുള്ളത് D1 D2 എന്ന് ലേബൽ ചെയ്തിട്ടുള്ള രണ്ട് ഡയോഡാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട്. ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മൾ വി ഔട്ട് മെഷർ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു AC സപ്ലൈ സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരു സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ഉണ്ട്, രണ്ട് ഡയോഡ് ഉണ്ട്, അതുപോലെ തന്നെ RL എന്ന് പറയുന്ന ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? VO മെഷർ ചെയ്യുന്നത്. VO മീൻസ് വി ഔട്ട് മെഷർ ചെയ്യുന്നത്. അപ്പൊ അത് അണ്ടർസ്റ്റുഡ് ആണ്. സോ നമ്മളുടെ മെയിൻ സർക്യൂട്ട് ഇത്രയാണ് വരുന്നത്. ഇനി നോക്കുക, നമുക്ക് കൊടുക്കുന്നത് AC സപ്ലൈ ആണെന്ന് അറിയാം. നമ്മൾ ഒരു റെക്ടിഫയർ സർക്യൂട്ടിനകത്തേക്ക് കൊടുക്കുന്നത് AC സപ്ലൈ ആണ്. ആ AC സപ്ലൈനെ DC ആക്കി കൺവേർട്ട് ആക്കി തരുന്ന സർക്യൂട്ട് ആണ് റെക്ടിഫയർ സർക്യൂട്ട് എന്നൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ ACയുടെ രണ്ട് ഹാഫ് സൈക്കിൾസും റെക്ടിഫൈഡ് ആയിട്ട് വരും. ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ ഐദർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫുൾ വേവിലേക്ക് വരുന്ന സമയത്തും പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്, എങ്ങനെയാണ് അത് അങ്ങനെ വരുന്നത് എന്ന്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കാം. ഇനി നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും വെച്ച് പറയണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ധാരണ ഉണ്ടെങ്കിലാണ് ഇന്നത്തെ ക്ലാസ് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നോക്കാം, നമ്മൾ സപ്ലൈ കൊടുത്തു. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ AC ആണ് സപ്ലൈ കൊടുത്തത്. അപ്പൊ അത് ഇന്റർചേഞ്ചിങ് വരുന്നുണ്ട്, ഓൾട്ടറിങ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് പോസിറ്റീവ് ഇവിടെ ആയിരിക്കും, പോസിറ്റീവ് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ തന്നെ നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഇവിടെ ആയിരിക്കും, നെഗറ്റീവ് ഇവിടെ ആയിരിക്കും. അപ്പോ കറണ്ട് എങ്ങനെയാ ഒഴുകുക നോക്കിയേ. പോസിറ്റീവിൽ നിന്ന് A എന്നുള്ള പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് D1 വഴി വന്ന് C എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി, RL കൂടെ കയറി D എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തി പോവും. ക്ലിയർ ആണോ? അപ്പൊ കറണ്ട് ഒഴുകുന്ന പാത്ത് ഇതാണ്. ഓക്കെ, എങ്ങനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാ പറഞ്ഞേ? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡയോഡ് D1 കണ്ടക്ട് ചെയ്ത് RL വഴി എങ്ങോട്ട് എത്തുന്നു? ആ നോഡിലേക്ക് എത്തുന്നു, ഈ ഒരു ടാപ്പ് ചെയ്ത പൊസിഷനിലേക്ക് എത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് ഒഴുകുന്നത്. ക്ലിയർ? ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ റൂട്ട് മനസ്സിലായല്ലോ. A D1 C RL D എന്ന് പറഞ്ഞ രീതിയിൽ, D വേണ്ട, D മാറ്റിയിട്ട് നമുക്ക് N എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. ഓക്കെ, ഇത് N ആയിട്ട് പരിഗണിക്കാം. നോക്കിയേ, അപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് കറണ്ടിന്റെ ഫ്ലോ എങ്ങനെയാണ്? എയിൽ നിന്ന് D1 എത്തും, D1 നിന്ന് C, then RL വഴി പാസ് ചെയ്ത് N എന്ന് പറയുന്ന പോയിന്റിലെത്തും. ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നോക്കിയേ, ഇതുവഴി കറണ്ട് ഒഴുകോ? ഇല്ല. ഈ ഡയോഡ് എന്താണ്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ? D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്, D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പൊ നോക്കിയേ, നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് പറയുന്നത്. ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള AC സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ആണ് ഫോർവേഡ് ബയാസ്ഡ് ഉള്ളത്, ഡയോഡ് D2 എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പൊ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ഇനി നോക്കണ്ട, ഇതില്ല. ഓക്കെ, അപ്പൊ ഇത് മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ കറണ്ടിന്റെ ഫ്ലോ പാത്ത് പഠിക്കണം. എങ്ങനെയാണ്? A D1 C RL N എന്നുള്ള രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഡയോഡ് D2 കണ്ടക്ട് ചെയ്യുന്നില്ല. സോ ഈ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആയി. അപ്പൊ ഇനി ഇത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? A D1 C RL N എന്നുള്ള രീതിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഇനി നോക്കിയേ, ഇനി ഞാൻ പറയുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു സർക്യൂട്ടിൽ തന്നെ പറയുന്നതാണ്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം.
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ നോക്കിയേ, പോസിറ്റീവും നെഗറ്റീവും വന്നു. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകാൻ ശ്രമിക്കുക. അപ്പോ ഈ ഡയോഡ് കണ്ടക്ടിങ് ആണ്. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവും അല്ലെ. ഡയോഡ് D2 എന്താണ്? ഫോർവേഡ് ബയാസ്ഡ് ആവും. ഡയോഡ് D1 എങ്ങനെയാ വരിക? ഇങ്ങനെ കയറാൻ പറ്റുമോ? ഇല്ല. എന്താ? റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഡയോഡ് D1 എന്താവും? റിവേഴ്സ് ബയാസ്ഡ് ആവും. അപ്പൊ ഇതെന്താവും? ഈ ഒരു ഭാഗം നോക്കണ്ട അല്ലെ, ഓപ്പൺ സർക്യൂട്ട് ആയി. അപ്പൊ കറണ്ട് ഇങ്ങനെ മാത്രമേ പോവുള്ളൂ. അപ്പൊ എങ്ങനെ കയറും? B D2 C RL N എന്നുള്ള രീതിയിൽ പോവും. ക്ലിയർ? അപ്പൊ നോക്ക, രണ്ട് കേസിലും ആദ്യത്തെ കേസിൽ ഇങ്ങനെയാ വന്നത് കറണ്ട് അല്ലെ, ഈ ഒരു പോയിന്റിൽ കൂടെ കയറി ഈ ഒരു പോയിന്റിൽ കൂടെ ഇറങ്ങുന്നു. രണ്ടാമത്തെ കേസിലും ഈ ഒരു പോയിന്റിൽ കൂടെ കയറി RL വഴി ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നു. അപ്പൊ രണ്ട് കേസിലും ലോഡിന് അക്രോസ് ഉള്ള ഡയറക്ഷൻ സെയിം ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. പോസിറ്റീവിന്റെയും നെഗറ്റീവിന്റെയും ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഡാറ്റ ഫ്ലോ എങ്ങനെയാ നമ്മൾ പറഞ്ഞത്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് D1 C RL N എന്നാണ് പറഞ്ഞത്. ഏതില്? പോസിറ്റീവില് അല്ലെ. A D1 C RL N എന്നാണ് പറഞ്ഞത്. ഇവിടെയോ? B D2 C RL N. ഈ ഒരു പാത്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൺഫ്യൂസ് ആവാതിരിക്കാനായിട്ട് ഈ ഒരു പാത്ത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എങ്ങനെയാണ് എന്നുള്ളത് കണ്ടല്ലോ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ആണ് കണ്ടക്ട് ചെയ്യുന്നത്. D2 റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ, ഓപ്പൺ സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ഇവിടെ നോക്കണ്ട. അപ്പൊ കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 റിവേഴ്സ് ബയാസ്ഡ് ആവും, D2 ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പൊ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള D2 എന്താവും? കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. D1 എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പൊ ഇത് നോക്കണ്ട, കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുക. ഇത്രയേ ഉള്ളൂ സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇതിന്റെ ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സർക്യൂട്ട് ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി നോക്കുക, ഇതിന്റെ ഗ്രാഫാണ് ഇനി വരയ്ക്കുന്നത്. നോക്കുക കേട്ടോ, നമ്മൾ നേരത്തെ വരച്ച ഗ്രാഫിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന AC സപ്ലൈ. ഓക്കെ, ഇനി നമ്മൾ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് ഞാൻ ഇനി വരയ്ക്കുന്നത്. ഓക്കെ, വി ഔട്ട് വി ഇൻ. നോക്ക, പോസിറ്റീവ് ഹാഫ് സൈക്കിളില് എങ്ങനെയായിരുന്നു റൂട്ട് വന്നിട്ടുണ്ടായിരുന്നത്? A D1 C RL N എന്നുള്ള രീതിയിലാണ് വന്നത്. ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ അല്ലെ, ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ആണ് വന്നത്. ഇതിനെ നമ്മൾ I1 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ. V0 = VI എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഇതുപോലെ ഒരു ഗ്രാഫ് കിട്ടും. ക്ലിയർ? ഇനി രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിച്ചേ? B D2 C RL N എന്ന് പറയുന്ന പാത്താണ് കറണ്ട് എടുത്തത്. ഇത്തരത്തിലുള്ള ഒരു പാത്തായിരുന്നു അല്ലെ, ഇങ്ങനെയുള്ള ഒരു പാത്തായിരുന്നു. അപ്പോഴേ നമുക്ക് V0 = VI കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്താണ്? റെക്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. റെക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടുത്തെ AC-നെ എന്താക്കിയിട്ടുണ്ട്? DC ആക്കി മാറ്റി. ഇതാണ് ഒരു ഹാഫ് സൈക്കിള്. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നടന്നത്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നടന്നത്. അടുത്ത സൈക്കിൾ വന്നു, അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കൺവേർട്ട് ചെയ്തു, അതിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കൺവേർട്ട് ചെയ്തു. അപ്പൊ ഇത്തരത്തില് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താണ് കിട്ടുക? DC ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണോ? എന്താ കിട്ടുക? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു DC പൾസേറ്റിംഗ് DC ആണ് നമുക്ക് ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിനകത്ത് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കിട്ടുന്നത് ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിലാണെങ്കിലും ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിലാണെങ്കിലും ലഭിക്കുന്നത് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള പൾസേറ്റിംഗ് DC ആണ്. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോ കൃത്യമായല്ലോ? ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഇനി ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്
കമ്പാരിസണും കൂടെ പഠിക്കാനുണ്ട് അല്ലെ. നേരത്തെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഗ്രാഫ് വരച്ച പോലെ ഇവിടെയും കൂടെ, സോറി ഗ്രാഫ് അല്ല, ഒരു ടേബിൾ വരച്ച പോലെ ഇവിടെയും പഠിക്കാനുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പഠിക്കണം. അപ്പൊ ഡയോഡ് എന്നൊന്നും ഞാൻ വലിച്ചു നീട്ടി എഴുതുന്നില്ല, എന്താണ് ലേബലിംഗ് മാത്രമാണ് പറയുന്നുള്ളൂ. ഡയോഡ് D1 എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഡയോഡ് D2 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലെ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്, D2 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇനി ഇവിടെ വരുമ്പോഴോ D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്, D2 എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പൊ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡാണ് കണ്ടക്ട് ചെയ്യുക. റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടുള്ള ഡയോഡ് ആക്ട് ആസ് ആൻ ഓപ്പൺ സ്വിച്ച് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ളത് കണ്ടക്ട് ചെയ്യും എന്നുള്ളതും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, ഏതാണ്, ഏത് ഡയോഡാണ് ഏതൊക്കെ ഹാഫ് സൈക്കിളിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്, അത് കണ്ടക്ട് ചെയ്യും. D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്, അത് കണ്ടക്ട് ചെയ്യത്തില്ല. നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്, അത് കണ്ടക്ട് ചെയ്യത്തില്ല. പക്ഷെ ആര് കണ്ടക്ട് ചെയ്യും, ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ള D2 എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഡാറ്റ പാത്ത് പഠിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഡാറ്റ പാത്ത് അല്ല, കറണ്ടിന്റെ ഫ്ലോ. ഇടയ്ക്ക് കമ്പ്യൂട്ടറും കൂടെ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മിസ്മാച്ച് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ കറണ്ടിന്റെ ഫ്ലോ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ്, ആ സർക്യൂട്ട് ഉണ്ടെങ്കിലാണ് ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. സർക്യൂട്ട് കൃത്യമായിട്ട് പഠിച്ചാലാണ് ഞാൻ ഇനി പറയുന്നതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഡാറ്റ പാത്ത് വന്നിട്ട് എങ്ങനെയാണ്, D1 C RL N എന്നുള്ളതാണ് ഡാറ്റ പാത്ത്. ഓക്കെ, ഇനി ഇവിടെ ആണെങ്കിലോ D2 C RL N എന്നുള്ളതാണ് കറണ്ടിന്റെ ഫ്ലോ വരുന്നത്. കറണ്ടിന്റെ പാത്ത് വരുന്നത് ഇങ്ങനെയാണ്. ഇനി രണ്ട് ഭാഗത്താണെങ്കിലും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിലും ലോഡിലൂടെ വരുന്ന കറണ്ട് ഏത് പോയിന്റിൽ കൂടെ വരുന്നത്, CRLN. ലോഡിലൂടെ കയറുന്നതും ഇറങ്ങുന്നതും ഒരേ ഡയറക്ഷനിലാണ് എന്നുള്ളത് ഓർക്കണം. ഇത് തന്നെ പഠിച്ചാൽ മതി. CRLN കോമൺ ആണ്. സിയിലൂടെ കയറി RL വഴി എന്നിലെത്തുന്നു. സി എന്ന് പറയുന്ന പോയിന്റിലൂടെ കയറി ലോഡ് റെസിസ്റ്റൻസ് വഴി എന്നിലെത്തുന്നു. അത്രേ ഉള്ളൂ. രണ്ട് സെയിം ആണ്, ഡയറക്ഷൻ സെയിം ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ലോഡിന്റെ ഡയറക്ഷൻ സെയിം ആണ് എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുക. ഇനി ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. V0 = VI നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. V0 = VI കിട്ടും. മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാലോ. ഇങ്ങനെയുള്ള ഭാഗത്തില് എപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുക, ഇതാണ് നമുക്ക് കിട്ടുക അല്ലെ. മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കണതാണ് കേട്ടോ. കിട്ടും അല്ലെ. ഇവിടെയോ നെഗറ്റീവ് ഹാഫ് സൈക്കിളില് നെഗറ്റീവ് ഭാഗങ്ങളാണ് കിട്ടുക അല്ലെ. നെഗറ്റീവ് ഭാഗങ്ങളെയാണ് റെക്ടിഫൈ ചെയ്യുക. അപ്പൊ നമുക്ക് നെഗറ്റീവ് റെക്ടിഫൈഡ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മളുടെ പൾസേറ്റിംഗ് DC, കണ്ടിന്യൂസ് പൾസേറ്റിംഗ് DC ആണ് ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഏത് ഡയോഡാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതാണ് കണ്ടക്ട് ചെയ്യാത്തത്. നമുക്ക് ഒബ്ജക്റ്റീവ് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യുക, ഡാറ്റ ഫ്ലോ ഡയറക്ഷൻ എങ്ങനെയൊക്കെയാണ്, അങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരിക. അപ്പൊ അതുകൊണ്ട് ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യുക, കണ്ടക്ട് ചെയ്യാത്തത് എന്താ, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.